ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്കായി മരണം ആസ്വദിച്ചു. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തെളിവ് നൽകാൻ ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി എത്തുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. മരണഭയവും മരണഭീതിയും സന്തോഷമായി മാറി. കർത്താവായ യേശുക്രിസ്തു മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ സംഭവിച്ചു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. മരണഭീതി അകന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ.